ഡോക്ടർ കമ്പി ഊരാൻ പോവാ. അയ്യോ എനിക്ക് എന്റെ ഇങ്ങനെ ഇരുന്ന പല്ലിനെ എങ്ങനെ ഇപ്പൊ കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഈ മെഡിക്കൽ മിറാക്കിൾ എന്ന് പറയുന്നത് ശരിക്കും ഉള്ള ഒരു കാര്യം തന്നെ. അപ്പൊ ഡെന്റൽ ഇഷ്യൂ ഫേസ് ചെയ്യുന്നവര് വീഡിയോ ഇപ്പൊ തന്നെ സേവ് ആക്കി വെച്ചു. ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. കുഞ്ഞായിരുന്ന സമയത്ത് കൃത്യം ടൈമിൽ പല്ല് പറിച്ച് കളയാത്തത് കൊണ്ട് എന്റെ ഒട്ടുമിക്ക എല്ലാ പല്ലും ഇടമ്പല്ലായിട്ട് തന്നെയായിരുന്നു എന്റെ വായിൽ വന്നത്. അതിന്റെ പേരിൽ ഞാൻ ഫേസ് ചെയ്തിരുന്ന ബോഡി ഷേമിങ് ചില്ലറയൊന്നും ആയിരുന്നില്ല. പക്ഷെ ജെന്യൂൻ ആയിട്ട് പറയുവാണെങ്കിൽ അതൊന്നും 1% പോലും എന്റെ കോൺഫിഡൻസിനെ അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പലരും ഈ പല്ലിന് പുല്ല് വില കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. 4 പല്ലൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് പറിച്ചു കളയുന്നത്. എന്റെ ഡെന്റൽ പ്രോബ്ലം അഡ്രസ് ചെയ്തുകൊണ്ട് ഏകദേശം കേരളത്തിൽ ഒരു 20 to 30 ഡെന്റൽ ക്ലിനിക്സിൽ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇത് 4 പല്ല് എടുത്താലേ ശരിയാവത്തുള്ളൂ, മിനിമം ഒരു 3 പല്ലെങ്കിലും എടുക്കേണ്ടി വരും. സ്വന്തമായിട്ട് ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എന്റെ ഒരു ഒറ്റ പല്ല് പോലും പൊങ്ങിയിട്ടുമില്ല. പക്ഷെ ഈ 4 പല്ല് എടുക്കണമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. എനിക്കിതൊരു നാട്ടുനടപ്പായിട്ടാണ് ആക്ച്വലി ഫീൽ ചെയ്തത്. നേരെ തെറ്റിയിരിക്കുന്ന എന്റെ പല്ലിനെ അറേഞ്ച് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊണ്ടുവരാനായിട്ട് ഇത്രയും ഞാൻ ലേറ്റ് ആയതും ഈ ഒരു 4 പല്ല് എടുക്കണമെന്നുള്ള ഒരൊറ്റ തിയറി കൊണ്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ പണ്ട് കണ്ടൊരു റീലാണ് എന്നെ ഡിഫാർക്ക് ഡെന്റൽ ക്ലിനിക്കിലേക്ക് എത്തിച്ചത്. ഒരു ഒറ്റ പല്ല് പോലും എടുക്കാതെയാണ് എന്റെ ഡെന്റൽ ജേർണി ക്ലിനിക്കിൽ സ്റ്റാർട്ട് ചെയ്തത്. അയ്യോ ഡോക്ടറുടെ സംഭവം തന്നെ ഇഷ്ടപ്പെട്ടു. സോ ഞാൻ വളരെ പ്രൗഡായിട്ട് ഇവിടെ പറയും, വൺ ഓഫ് ദി റീസൺ ഫോർ മൈ ഹാപ്പി സ്മൈൽ ഈസ് ഡിഫാർക്ക് ഡെന്റൽ ക്ലിനിക്, ഫ്രാങ്കോ ഡോക്ടർ ആൻഡ് ഹിസ് ഫാദർ ബാബു ഡോക്ടർ. അപ്പൊ ഒരൊറ്റ കാര്യം പറയാനായിട്ടുള്ളൂ, എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. പക്ഷെ അത് നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.